ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങളിടുന്ന വീഡിയോസും ഷോർട്സൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഗ്യാസ് കത്തിക്കുക, ഒരു പാത്രം വയ്ക്കുക. പാത്രത്തിൽ തുവരപ്പരിപ്പാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. തുവരപ്പരിപ്പിടുന്നു. നമുക്ക് വേണമെങ്കിൽ മൂങ് ദാൽ ഉപയോഗിക്കാം, മസൂർ ദാൽ ഉപയോഗിക്കാം, കടലപ്പരിപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ തുവരപ്പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെന്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇടുക. ആക്ച്വലി ശരിക്കും ഇത് പരിപ്പും ക്യാബേജും കൂടെ ചേർന്നിട്ടുള്ള തോരനാണ്. ബീൻസും ക്യാരറ്റും എൻ്റെ കയ്യിലിരുന്നത് കൊണ്ട് ഞാൻ അത് ഇട്ടെന്നേ ഉള്ളൂ. അപ്പം ക്യാബേജ് പെട്ടെന്ന് വേവുന്നതാണല്ലോ. ക്യാരറ്റും ബീൻസും കുറച്ച് വെള്ളം ചേർത്ത് ഈ പരിപ്പിനോടൊപ്പം ഒന്ന് വേവിക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി വയ്ക്കുക. ഇളക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അത് മൂടി വയ്ക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർക്കുക. അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്തിട്ട് ഒന്നുകൂടെ അതൊന്ന് ഇളക്കുക. ഇട്ടിട്ട് അതിനാവശ്യമുള്ള മസാല നമുക്ക് തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ടുള്ള തോരൻ്റെ മസാല, തേങ്ങയുടെ ആ മസാല ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ അത് ഈ ചൂടിൽ തന്നെ അതൊന്ന് വെന്തോളും. പച്ച മസാല മണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി ഉപ്പിട്ടതിന് ശേഷം അടച്ചു വയ്ക്കുക. അതിനിപ്പം നമുക്ക് എണ്ണ താളിച്ചില്ലല്ലോ, കടുക് പൊട്ടിക്കാതെയാണല്ലോ പരിപ്പ് വേവിച്ചത്. അത് കാരണം വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, കറിവേപ്പില ചേർക്കുക. എന്നിട്ട് ഈ തോരനിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. വെറുതെ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിൽ കൂടി ഒഴിച്ചാലും നല്ലതായിരിക്കും. ഞാനിപ്പം കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇപ്പം തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു മോര് കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഗ്യാസ് കത്തിക്കുന്നു, പാത്രം വയ്ക്കുക, എന്നിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടതിന് ശേഷം കറിവേപ്പില ചേർക്കുക, പച്ചമുളക് ചേർക്കുക, ചോപ്ഡ് ഗ്രീൻ ചില്ലി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ജിഞ്ചർ, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, അതും കൂടെ ചേർത്തിട്ട് കരിയാതെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ തൈര് ചേർക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക, കട്ടിക്കനുസരിച്ച്. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്ക് വലിയ മുളക്, വറ്റൽമുളക് കൂടെ ചേർക്കാം. കാണാനൊരു ഭംഗിയായിരിക്കും. ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അത് കാരണം ഞാൻ വറ്റൽമുളക് ചേർക്കാതിരിക്കുന്നത്. അപ്പോൾ തോരനും മോരുകറിയും റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ വെച്ചപ്പം കാണിച്ചെന്നേ ഉള്ളൂ. അത് ചോറിൻ്റെ കൂടെ ചോറും തോരനും അച്ചാറുമാണ് ഇരിക്കുന്നത്. അറിയാത്തവർക്കായിട്ട്